ലാസ്റ്റ് കണ്ട വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഇത്. സലാലയിലുള്ള ഞങ്ങളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ് നിങ്ങളിന്ന് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള വാദി ദർബാത്തിലേക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവിടെ വരണോ വരണ്ടേ എന്നുള്ളത്. പക്ഷേ ഒരുപാട് പേരുടെ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു സീസണിലും, അതായത് ജനുവരി മന്തിലും വെള്ളം ഉണ്ടെന്നുള്ളത്. അങ്ങനെയാണ് ഇവിടേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇവിടെ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ മിസ്സിങ് ആയനെ. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ എത്ര തിരഞ്ഞിട്ടും ആ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് നേരെ നമ്മൾ ഷാത്ത് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. സലാല ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ലിസ്റ്റിലുണ്ടായിരുന്നൊരു സ്ഥലമാണ് ഷാത്ത് വ്യൂ പോയിന്റ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ താഴേക്കുള്ള സ്റ്റെപ്സ് ഒന്നും ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവിടെ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റി. താഴത്തെത്തിയപ്പോഴാണ് എന്ത് അടിപൊളി വ്യൂ ആണെന്ന് മനസ്സിലായത് കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള വേറൊരു കാര്യമാണ് കേട്ടോ ഇത്. ശരിക്കും പാറേൻ്റെ അടിയിൽ കൂടെ നമ്മളിങ്ങനെ നുഴഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള സർഫേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാല് വെച്ചാൽ തന്നെ അങ്ങ് താഴത്തേക്ക് പോകും. അതുകൊണ്ട് ചെരുപ്പ് കോരി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഷാത്ത് വ്യൂ പോയിന്റിന് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് ബ്ലോ ഹോള് കാണാനായിട്ടുള്ളത് കേട്ടോ. ബീച്ചിൻ്റെ അടുത്താണ് ബ്ലോ ഹോള് വരുന്നത്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ബീച്ചിലൊക്കെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ നോക്കിയാലും താഴത്തിറങ്ങി നോക്കിയാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കിങ്ങനെ കടൽ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഒരുവിധം എല്ലാ സ്ഥലത്തും, ഒരുവിധം എന്നല്ല ഞങ്ങൾ പോയ എല്ലാ സ്ഥലത്തും സ്വിമ്മിങ് പ്രോഹിബിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ റിസ്ക് എടുത്ത് ആരും ഇറങ്ങാൻ നിൽക്കരുത്. പെട്ടെന്നായിരിക്കും ഇതിൻ്റെ വേവ്സിൻ്റെയൊക്കെ ശക്തി കൂടുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ സ്ഥലത്തും സ്വിമ്മിങ് പ്രോഹിബിറ്റഡ് എന്ന് എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പം ബ്ലോ ഹോളിൽ കൂടെ കുറച്ച് വെള്ളമൊക്കെ മുകളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സെയിം പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ പ്രാവശ്യം പോയത്. പക്ഷേ ഈ പ്രാവശ്യം വെള്ളം ഭയങ്കര താഴത്തായിരുന്നു. നമുക്കിങ്ങനെ ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ആ ഒരു ലെവൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടുത്തെ വിസിറ്റും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 6 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നേ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.